ഇത്തവണ നമുക്ക് ശകുന്തളയുടെ കഥയായാലോ? ശകുന്തളയുടെ കഥ പറയുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ പിന്നാമ്പുറത്തേക്കും കൂടി പോകണം. നമ്മുടെ പുരാണങ്ങളൊക്കെ മഹർഷിമാരെ കൊണ്ട് സമ്പന്നമാണ്. വിശ്വാമിത്ര മഹർഷിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? വിശ്വാമിത്ര മഹർഷി പദം കൈവന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ശരിക്ക് രാജർഷിയായിരുന്നു. രാജർഷിയായിരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവും അതേസമയം ഋഷിചര്യ അനുഷ്ഠിച്ചു വന്നിരുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തിന് ബ്രഹ്മർഷി പദം കിട്ടണം എന്ന് വലിയൊരാഗ്രഹം. മനുഷ്യ സ്വഭാവമാണല്ലേ, ഒന്ന് കിട്ടുമ്പോൾ അതിനേക്കാൾ മുന്തിയത് ഏതാന്ന് വെച്ചാൽ അതിലേക്ക് പോകാനുള്ള ഒരു വാസന. അപ്പോൾ രാജർഷിയായ വിശ്വാമിത്രൻ ബ്രഹ്മർഷി പദം കിട്ടാൻ വേണ്ടി തപസ്സാരംഭിച്ചപ്പോൾ വളരെ ഘോരമായ കഠിന തപസ്സാണ്. ഈ തപസ് കഴിഞ്ഞാൽ ബ്രഹ്മർഷി പദം കിട്ടും എന്നുള്ള ആ ഒരു വിവരം ദേവേന്ദ്രൻ അറിഞ്ഞു. ദേവേന്ദ്രൻ ആര് തപസ് ചെയ്താലും ആര് കേമനായി വന്നാലും ദേവേന്ദ്രൻ അസ്വസ്ഥനാവും. എന്താണെന്നറിയോ? ഇന്ദ്രപദം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിശ്വാമിത്രൻ്റെ തപസ് മുടക്കിയേ മതിയാവൂ എന്ന് ദേവേന്ദ്രൻ തീരുമാനിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ ഈ തപസ് മുടക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, മഹർഷിയുടെ ഏകാഗ്രത, ആ ധ്യാന നിമഗ്നനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുക. മാറ്റിക്കഴിഞ്ഞാൽ തപസ്സിന് ഭംഗമുണ്ടാവും. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സ്വർഗലോകത്ത് അപ്സരസ്സുകളുണ്ട്. ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ പറഞ്ഞ അപ്സര സ്ത്രീകൾ, ദേവേന്ദ്രൻ്റെ സദസ്സിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളാണവർ. അപ്പോൾ അതിലൊരാളായ മേനക എന്ന് പറഞ്ഞ അപ്സരസ്സിനെ ദേവേന്ദ്രൻ വിശ്വാമിത്രൻ്റെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. മേനക ഭൂലോകത്തേക്ക് വരുന്നത് ആരുടെയൊക്കെ കൂടെയാണെന്നറിയാമോ? വായുഭഗവാന്റെ, കാമദേവൻ്റെ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് മേനക ഭൂമിയിലേക്ക് വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഭൂമിയിൽ വന്നിട്ട് വിശ്വാമിത്രൻ തപസ് ചെയ്തിരുന്ന ആ ഒരു തപോവനത്തിൻ്റെ അവിടെ വന്ന് വളരെ ഗംഭീരമായിട്ട് മനം മയക്കുന്ന രീതിയിലുള്ള നൃത്തം ആരംഭിക്കുകയാണ്. ആ നൃത്തം ആരംഭിക്കുമ്പോൾ ആ പരിസരം മുഴുവനും സുഗന്ധത്താൽ നിറഞ്ഞു. കാമദേവൻ എന്ന് പറയുന്ന പുഷ്പങ്ങളുടെ രാജാവും കൂടിയാണ്. ആ കാമദേവൻ്റെ 5 അമ്പുകൾ 5 പൂക്കളാണ് അല്ലേ? അപ്പോൾ ആ അന്തരീക്ഷം മുഴുവനും വളരെ മതപരമായ രീതിയിൽ ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ടാണ് വായുഭഗവാനും കാമദേവനും കൂടി മേനകയുടെ കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു ആകർഷണീയമായ ഒരു വലയത്തിലേക്ക് വിശ്വാമിത്രനെ അവർ കൊണ്ടുവരുമ്പോൾ വിശ്വാമിത്രൻ്റെ തപസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. ധ്യാന നിലീനനായിരിക്കേണ്ട ആൾക്ക് പെട്ടെന്ന് മനസ്സൊരു വ്യതിചലിച്ചതുപോലെ തോന്നി, മനസ്സാകെ ഒന്ന് ഇളകുന്നത് പോലെ തോന്നി. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് തൊട്ട് മുന്നിലായിട്ട് മനോഹരമായ രീതിയിൽ, ആകർഷണീയമായ രീതിയിൽ നൃത്തം ചെയ്യുന്ന ഒരു അപ്സരസിനെ കാണുന്നത്. അതാരാണ്? മേനക. മേനകയെ കണ്ടപ്പോഴേക്കും മഹർഷിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനുഷികമായ വികാരങ്ങളൊക്കെ ഉണർന്നുപോയി. അപ്പോൾ മേനകയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. സുന്ദരിയായ ആ സ്ത്രീയോട് ഒരു അഭിനിവേശം തോന്നി. അങ്ങനെ തപസ് മുടക്കി വിശ്വാമിത്രൻ തിരികെ ലൗകികത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് മേനകയും വിശ്വാമിത്രനുമായിട്ട് രമ്യതയിലായി കുറച്ച് നാൾ അവരൊന്നിച്ച് താമസിക്കുമ്പോഴാണ് മേനക ഗർഭിണിയാകുകയും ശകുന്തളയെ പ്രസവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വിശ്വാമിത്രൻ്റെ തപസ് മുടക്കിയതോടുകൂടി മേനകയുടെ നിയോഗം ഭൂമിയിലുള്ളത് തീർന്നു. ഇനി മേനകയ്ക്ക് സ്വന്തം രാജ്യമായ സ്വർഗത്തിലേക്ക് പോകണം. അപ്പോൾ എന്തു ചെയ്തു? പ്രസവിച്ച കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് മേനക സ്വർലോകത്തിലേക്ക് അങ്ങ് പോകും. വിശ്വാമിത്രനാണെങ്കിൽ അപ്പോഴാണോ, അയ്യോ ഞാനൊരു മഹർഷിയാണല്ലോ, ഞാൻ തപസ് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, എൻ്റെ തപസ് മുടങ്ങിയേ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് വിശ്വാമിത്രൻ എന്തു ചെയ്യും? ഈ കൊച്ചു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ എന്താ ചെയ്യുക? അദ്ദേഹം എന്തു ചെയ്തു? ഈ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വിശ്വാമിത്രനും തിരികെ തപസ് ചെയ്യാനായിട്ട് പോയി. ആ സമയത്താണ് ആ കാട്ടിലെ വലിയൊരു മരത്തിൽ ശകുന്ത പക്ഷികൾ എന്ന് പറയും. ആ ശകുന്ത പക്ഷികളുടെ ഒരു കൂട്, അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കൂടുണ്ടായിരുന്നു.
ആ ശകുന്തങ്ങളാണ് ഈ കൊച്ചു കുഞ്ഞിനെ വളർത്തിയതും അതിനെ ചെറിയ വായിലെ ആഹാരം കൊച്ചു കൊടുക്കുന്നതും അങ്ങനെ വളർത്തിയെടുത്ത് ഈ കുഞ്ഞിനെ പോറ്റിയെടുക്കുന്നത് കൊണ്ട് ശകുന്തള എന്ന് പേര് കിട്ടി എന്നാണ് പുരാണത്തിൽ പറയുന്നത്. ശകുന്തങ്ങൾ എടുത്ത് വളർത്തിയത് കൊണ്ടാണ് ശകുന്തള എന്നുള്ള പേര് കിട്ടിയത്. ശകുന്തപക്ഷി എന്ത് ചെയ്തു? അവസാനം ഈ കുഞ്ഞിനെ കൊത്തിയെടുത്ത് കണ്വ മഹർഷിയുടെ ഒരു ആശ്രമമുണ്ട് കാട്ടിനകത്തായിട്ട്. അപ്പോൾ ഈ കണ്വ മഹർഷിയുടെ ആശ്രമോപാന്തത്തിൽ ശകുന്തപക്ഷി ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് സ്വസ്ഥമായി അവിടെ കിടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഹർഷിയുടെ പരിവാരങ്ങളുമൊക്കെ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വന്ന് കുഞ്ഞിനെ എടുത്താൻ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് ശകുന്തള അവിടെയാണ് വളരുന്നത്. ശരിക്കും മഹർഷിയാണ് ശകുന്തള എന്നുള്ള പേര് കൊടുക്കുന്നത്. കാരണം ശകുന്തള പക്ഷികൾ കൊണ്ട് കൊടുത്തതല്ലേ, അതുകൊണ്ട് ശകുന്തള എന്ന് പേരിട്ട് വിളിക്കുന്നത് കണ്വ മഹർഷിയാണ്. അങ്ങനെ ആശ്രമത്തിൽ വളരുന്ന ശകുന്തള, ആശ്രമത്തിൽ വേറെയും യുവതികളുണ്ട്, അതായത് ഇതേ പ്രായത്തിലുള്ള കൂട്ടുകാരികൾ ശകുന്തളയ്ക്ക് ഉണ്ടായിരുന്നു. ആ ശകുന്തളയുടെ കൂട്ടുകാരികളുടെ പേരാണ് അനസൂയയും പ്രിയംവദയും. ആ സമയത്താണ് ദുഷ്യന്ത മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് വരും. ഒരു മാനിനെ ലാക്കാക്കി അമ്പെയ്തപ്പോൾ പക്ഷേ മാന് ഭയങ്കര സ്പീഡിൽ ഓടുന്നതാണ്. കാട് പിന്നെ മാനിന് പരിചയമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മാൻകുട്ടി അതിവേഗത്തിൽ കാട്ടിലേക്ക് അങ്ങ് ഓടിക്കളയും. അതിൻ്റെ പുറകെ രാജാവ് കുതിരപ്പുറത്ത് വരും. കുതിരപ്പുറത്ത് ഇങ്ങനെ രാജാവ് മാനിനെ പിന്തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ ഈ ശകുന്തളയും കൂട്ടുകാരികളും കൂടി ചെടിക്കൊക്കെ നനച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരു വണ്ട് വന്ന് ഈ കുമാരിമാരുടെ ഇടയിൽ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തും. അപ്പോൾ അങ്ങനെ വല്ലാതെ വണ്ട് വിഷമിപ്പിച്ചപ്പോഴേ ഉടനെ എന്നെ കൂട്ടുകാരികൾ പറഞ്ഞു, അയ്യോ ഈ വണ്ട് വന്ന് ശല്യപ്പെടുത്തുന്നല്ലോ, ഈ നാട്ടിലൊരു രാജാവുണ്ടല്ലോ, രാജാവിനെ വിളിച്ച് അപേക്ഷിക്കൂ നമ്മളെ രക്ഷിക്കാനായിട്ട്. ശകുന്തളയെ ഒന്ന് വിളിക്കൂ രാജാവിനെ. ഒന്നും അറിയാതെയാണ് പറയുന്നത് രാജാവിനെ വിളിക്കൂന്ന്. അപ്പോൾ ഇവർ 3 പേരും രാജാവിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുമ്പോഴാണ് മാനിൻ്റെ പുറകെ കുതിരപ്പുറത്ത് വന്ന രാജാവ് കണ്വാശ്രമത്തിൻ്റെ സമീപത്തെത്തുന്നത്. ഇത് രണ്ടും ഒരു സമയത്ത് സംഭവിക്കുന്ന കഥയായിട്ടാണ് പറയുന്നത്. അപ്പോൾ രാജാവ് കാട്ടിൽ വന്ന് കുതിരപ്പുറത്ത് വന്ന് ആശ്രമത്തിൻ്റെ സമീപത്ത് വന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് സുന്ദരിയായ ശകുന്തളയും ശകുന്തളയുടെ 2 കൂട്ടുകാരികളും നിസ്സഹായരായിട്ട് ഇങ്ങനെ ഈ വണ്ടിൻ്റെ ശല്യം സഹിക്ക വയ്യാതെ വിളിക്കുന്നതായിട്ടാണ്. ഉടനെ രാജാവ് അമ്പും വില്ലുമൊക്കെ ധരിച്ച് അവിടെ വന്ന് സഹായം എന്താ വേണ്ടത്, എന്താ നിങ്ങൾ വിഷമിച്ച് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് വണ്ട് വന്ന് ശല്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ രാജാവ് മാനിനെ ഓടിക്കാൻ വന്ന രാജാവ് വണ്ടിനെ ഓടിച്ചിട്ട് ഇവരുമായിട്ട് പരിചയപ്പെടും. നിങ്ങൾ ആരാണ്, ഈ കാട്ടിൻ്റെ നടുവിലുള്ള ഈ ആശ്രമത്തിൽ നിങ്ങളെങ്ങനെ വന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ശകുന്തള പറയും, ഞങ്ങൾ കണ്വ മഹർഷിയുടെ വളർത്തുപുത്രികളാണ്. കണ്വ മഹർഷിയുടെ പുത്രിയാണെന്നാണ് ആദ്യം പറയുന്നത്, ഇതെൻ്റെ കൂട്ടുകാരികളാണെന്ന്. പക്ഷേ അപ്പോൾ കണ്വ മഹർഷിക്ക് എങ്ങനെ പുത്രിമാരുണ്ടാവുന്നത് എന്ന് രാജാവ് ചോദിക്കുമ്പോഴാണ് ശകുന്തളയുടെ കഥ രാജാവിനോട് പറയും. ഓരോ നിമിഷം കഴിയും തോറും രാജാവിന് ഈ പെൺകുട്ടിയോട് കൂടുതൽ ഇഷ്ടം തോന്നുകയും അവസാനം രാജാവ് ചോദിക്കും, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ഇപ്പോൾ ശകുന്തള പറയും, അച്ഛനില്ലാത്ത സമയമാണ്, എനിക്ക് അച്ഛൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും രാജാവ് ഇങ്ങനെ ഗാന്ധർവ വിവാഹം എന്ന് പറയുന്ന ഒരു രീതി അന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ് രാജാവ് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയുള്ള കഥകൾ എന്ന് വെച്ചാൽ ശകുന്തളയുടെ മകനാണ് ദുഷ്യന്തനിൽ ശകുന്തളയ്ക്കുണ്ടാകുന്ന മകനാണ് ഭരതൻ കുമാരനായിട്ട് മാറുന്നതൊക്കെ. അത് കുറച്ചും കൂടെ വിസ്തരിച്ചൊരു കഥയാണ്, നമുക്ക് പിന്നെ കേൾക്കാം. എന്താ?